Hey all, so once again welcome back to my channel. Hope you guys are doing good and great. So ഈ ഒരു വീഡിയോ മേ ബി എൻ്റെ ചെന്നൈത്തെ ലാസ്റ്റ് വീഡിയോ ആവും. അപ്പോൾ ഇത് ഞാൻ എക്സാമിൻ്റെ തലേന്നെടുത്ത ഫസ്റ്റ് ക്ലിപ്പ് നിങ്ങൾ കണ്ടത് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ക്ലിപ്പായിരുന്നു. സോ ഇത് ഞാൻ വന്നിട്ട് ജസ്റ്റ് സ്കിൻ കെയറും കാര്യങ്ങളും മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന വീഡിയോ ആണ്. സോ ഇത് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ബിക്കോസ് ഐ തോട്ട് ഓഫ് അപ്ലോഡിങ് ദിസ് ആഫ്റ്റർ വൺസ് മൈ റിസൾട്ട്സ് വന്നതിന് ശേഷം ഇടാമെന്ന് കരുതി. സോ റിസൾട്ട്സ് വന്നു, അൽഹംദുലില്ലാ പാസ്സാണ്. സോ നമ്മുടെ ചെന്നൈത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ദിവസത്തെ ഒരു കോമ്പൻസേഷൻ കാര്യങ്ങളുണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ ലീവും കാര്യങ്ങളൊക്കെ ഇൻറ്റേൺഷിപ്പിലെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എക്സ്ട്രാ അവർക്ക് ലൈക്ക് നമ്മളെടുത്തിട്ട് കോമ്പൻസേഷൻ ചെയ്ത് കൊടുക്കണം. സോ ആ ഒരു പരിപാടി മാത്രമേ പെൻഡിങ് ഉള്ളൂ. സോ രാവിലെ ലൈക്ക് ഇത് ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നിട്ട് ഒരു ഉച്ച അങ്ങനെ ടൈമിൽ സ്കിൻ കെയർ ചെയ്യുന്നതാണ്. നല്ല ടയേർഡായിരുന്നു ബിക്കോസ് എക്സാമിൻ്റെ തലേ ദിവസം തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇരുന്ന സമയത്ത് കിടക്കത്തവും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ടില്ല. സോ അതിൻ്റെ ഒരു ഡൾനെസ്സും കാര്യങ്ങളൊക്കെ ഫേസിലുണ്ട്. ആൻഡ് അപ്പോൾ എന്തായാലും ഗൈസ്, ദിസ് ഈസ് ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ഫ്രം ചെന്നൈ. ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് മിക്സ്ഡ് ഇമോഷൻസ് ബിക്കോസ് ടൈം എത്രയോ പെട്ടെന്ന് പോയ പോലെ ഉണ്ട്. ഒന്നും അറിഞ്ഞതേ ഇല്ല. ലൈക്ക് എല്ലാ വീഡിയോയിലും ലൈക്ക് ഞാൻ പറയും ലൈക്ക് ഇത് ഇവിടുന്ന് വേഗം കഴിയണമെന്നാണെന്ന്. പക്ഷെ കഴിഞ്ഞപ്പോൾ ഇറ്റ് ഫീൽസ് ലൈക്ക് എത്രയോ പെട്ടെന്ന് ടൈം കഴിഞ്ഞു, അല്ലെങ്കിൽ കുറച്ചും കൂടി ടൈം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു മൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ എക്സ്റ്റൻഷൻ എടുക്കാൻ വേണ്ടി കോളേജിൽ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്യൂ ക്ലിപ്സ് കവർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് യൂണിഫോമിൽ അങ്ങനെ എടുക്കാനുള്ള പെർമിഷൻസോ കാര്യങ്ങളോ ഇല്ലല്ലോ. സോ നെക്സ്റ്റ് ഡേ പോസ്റ്റിങ് കഴിഞ്ഞു, നല്ല അടിപൊളിയായിട്ട് പോയി കിടന്നുറങ്ങി. പിന്നെ എണീറ്റു ബിക്കോസ് നമുക്ക് മൂവിക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ ഒരു ടൈമായപ്പോൾ എണീറ്റു. ആൻഡ് ഒരു വൃത്തികെട്ട സമയത്ത് ഉറങ്ങിയ കാരണം തന്നെ അതിൻ്റെതായ മന്ദപ്പ് കാണാൻ പറ്റും. ആൻഡ് എന്താ അപ്പോൾ ഈ ഒരു വീഡിയോ ഇറ്റ്സ് ഓൾവേസ് സ്പെഷ്യൽ ആൻഡ് ഇമോഷണൽ ബിക്കോസ് ലൈക്ക് നമുക്ക് എത്രയും കഴിയണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ബട്ട് കഴിഞ്ഞപ്പോൾ അതെന്തോ വേറൊരു ഫീലാണ്. ഇറ്റ് ഹിറ്റ്സ് ലൈക്ക് ഡിഫറെൻറ്റ്. ചെയ്യാം. സോ ഫസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ മേക്കപ്പിന് യൂസ് ചെയ്യുന്നത്, മേക്കപ്പിനല്ല ലൈക്ക് നമ്മുടെ ഒന്ന് ഗെറ്റ് റെഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മാമാത്തിൻ്റെ പ്രൈമറാണ്. ഇത് ഗ്ലോ പോർ ബ്ലറിങ് പ്രൈമറാണ്. നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പ്രൈമർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്. മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ പ്രൈമർ, നമ്മൾ മോയ്സ്ചറൈസിങ്ങിൻ്റെ മുന്നേ പ്രൈമർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇത് പോർ പ്രൈമറാണ്. അപ്പം നമ്മുടെ ഫേസിൽ ഏതെങ്കിലും ഓപ്പൺ പോർസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ട് ആ ഒരു മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോർസ് ഒന്നും ഇല്ലാതെ, നമ്മൾ പറയില്ലേ ഇങ്ങനെ കുഴി പോലെ ഒന്നും കാണിക്കാതെ ആ പോർസ് എല്ലാം, ഓപ്പൺ പോർസ് എല്ലാം കവർ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു അടിപൊളി കവറേജ് ഈ ഒരു മാമാർത്തിൻ്റെ ഈ ഒരു ഗ്ലോ പോർ പ്രൈമർ തരുന്നത്. ആൻഡ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആൻഡ് ടെർമറിക് ആണ്. വൈറ്റമിൻ സി ആയിക്കോട്ടെ ഒരു നാച്ചുറൽ ഗ്ലോ, ആൻഡ് അതുപോലെ തന്നെ ടെർമറിക് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഫേസിൽ നിൽക്കുന്നത്. നമുക്ക് അധികം ഒരു എന്താ പറയുക ഭയങ്കര തിക്ക് ഒരു കൺസിസ്റ്റൻസി ഒന്നുമില്ല. അതുപോലെ നമ്മുടെ എല്ലാ പോർസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ ഫേസിലൊക്കെ ഉള്ള ഓപ്പൺ പോർസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കവർ ചെയ്ത് കിട്ടും. ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫൗണ്ടേഷനും കൺസീലറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളിയാണ്. സോ കൈൻഡ് ഓഫ് ഗ്ലോ പ്രൈമർ. ഓക്കെ, സോ ആദ്യം നമ്മൾ പ്രൈമർ യൂസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് മോയ്സ്ചറൈസിങ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മാമാർത്തിൻ്റെ തന്നെ ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ്, ഹൈഡ്രാ ഗ്ലോ. ആൻഡ് ടു ബി ഹോണസ്റ്റ് അടിപൊളി ഫൗണ്ടേഷൻ ആട്ടോ. ആൻഡ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി ആൻഡ് ടെർമറിക് ആണ്. രണ്ടും നമ്മുടെ ഫേസിന് നല്ല രീതിയിൽ ബെനിഫിറ്റബിൾ ആയിട്ടുള്ള കുറേ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഫൗണ്ടേഷനാണ്. ദാറ്റ് മീൻസ് വൈറ്റമിൻ സി ആൻഡ് ടെർമറിക്. സോ ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. എനിക്ക് ചൂസ് ചെയ്തിട്ടുള്ളത് സൺഗ്ലോ പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് 4 ആണ്. ഓക്കെ, സോ
ഇതിൻ്റെ പാക്കേജിങ് വന്നിട്ട്. സോ ഈ ഒരു ഫൗണ്ടേഷനിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് വൈറ്റമിൻ സി ആൻഡ് ടെർമറിക് ആണ്. ആൻഡ് ഓൾസോ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയും കിട്ടുന്നുണ്ട് ബിക്കോസ് അതിൽ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ആൻഡ് അത്യാവശ്യം 12 hours ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. ആൻഡ് ഇതിൽ SPF 35 അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. ഒരു രീതിയിലുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും അടങ്ങിയിട്ടില്ല. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് ഓൺലൈനിലല്ലാതെ നിങ്ങളുടെ നിയർ ബൈ ഉള്ള ഓഫ്ലൈൻ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അതല്ലാതെ മാമാർത്ത് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ ഇതിലെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അഡീഷണൽ 20% ഓഫർ കിട്ടുന്നതാണ്. അതുപോലെ ബേജ് ഗ്ലോ, ഐവറി ഗ്ലോ, അതുപോലെ ക്രീം ഗ്ലോ, ന്യൂഡ് ഗ്ലോ, സൺ ഗ്ലോ, കാരമൽ ഗ്ലോ, അങ്ങനെ 6 ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ച് നിങ്ങൾക്ക് ഷെയ്ഡ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഏകദേശം എല്ലാ സ്കിൻ ടോൺസും അവൈലബിൾ ആണ്. മാമാർത്തിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് മാമാർത്ത് ലിസൺസ് ടു എന്നുള്ളത്. നിങ്ങൾ അവരുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫീഡ്ബാക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവരുടെ ഒണിയൻ ഷാമ്പു റീസെൻ്റ്ലി നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അടിപൊളി ഒരു കവറേജ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ഒരുപാട് എടുത്തിട്ടില്ല. കുറച്ച് എടുത്തിട്ട് അതിനെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കും. എനിക്കിങ്ങനെ ഫേസിൽ ഓവറായിട്ട് നിൽക്കുന്ന ഫൗണ്ടേഷൻസ് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ്, അതെനിക്ക് സ്യൂട്ട് ആവാത്ത ഒരാളാണ്. സോ ഇത് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. സോ എന്തായാലും നിങ്ങളും ട്രൈ ഔട്ട് ചെയ്തേക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബ്ലഷാണ്. സോ അതും ഞാൻ വൈറ്റമിൻ സിൻ്റെ ഒരു മാമാർത്തിൻ്റെ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തതിൻ്റെ കളറൊക്കെ വേറൊരു പുറത്തൊക്കെ ഫുള്ള് അതൊക്കെ ഇഗ്നോർ ചെയ്യാം. സോ അപ്പോൾ കുറച്ച് ബ്ലഷ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് അധികമോ യൂസ് ചെയ്യുക. സോ ഇതൊരു ന്യൂഡ് ഷെയ്ഡാട്ടോ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക. ആൻഡ് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് എന്താ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഓൾറെഡി ലേറ്റായി, നമുക്ക് മൂവിക്ക് പോകാനുണ്ട്. അപ്പോൾ എന്തായാലും കീപ്പ് വാച്ചിങ്. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാനൊരു വൈറ്റ് ഷർട്ടാണ് ആക്ച്വലി പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അതെന്തോ ഭയങ്കര ഡള്ളായ കാരണം ഞാൻ ഡ്രസ്സ് മാറ്റി. അപ്പോൾ മൂവിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എക്സാംസൊക്കെ കഴിഞ്ഞിട്ട് റിലാക്സ്ഡ് ആയിട്ട് പോകാമെന്ന് ആദ്യം വിചാരിച്ചതാണ്. കാരണം അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ മൂവി കാണുന്നേ ഉണ്ടാവുള്ളൂ. നമ്മുടെ മനസ്സ് മെൻ്റലി എക്സാം എന്നുള്ളൊരു മൈൻഡാവും. ബിക്കോസ് ഫൈനൽ എക്സാം അല്ലേ, ഇതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് വന്നിട്ട് വീണ്ടും ഒരു മാസവും ഗ്രാജുവേഷനൊക്കെ ലേറ്റായി, അങ്ങനെ ഒരുപാട് അലമ്പങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എക്സാം കഴിഞ്ഞിട്ട് പോകാമെന്ന് ആദ്യം ഉറപ്പിച്ചതാണ്. അതാകുമ്പോൾ പീസ്ഫുള്ളി ഇരുന്ന് കാണാം. സോ നിയർ ബൈ ഉള്ളൊരു മോളിലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന നൈറ്റിൽ. സോ ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞ് ഒരു ഉറക്കം പാസ്സാക്കി മൂവിക്ക് പോയി. എനിക്ക് മൂവി ഓക്കെ ഒരു ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി മൂവിയായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടോ എങ്ങനെയാണ് എന്താ നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് ഇനിയുള്ള വ്ളോഗ്സൊക്കെ ഇൻഷാല്ല നാട്ടിൽ നിന്നാവും. എൻ്റെ മനസ്സിൽ ഒരുപാട് പ്ലാൻ ഉണ്ട്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ഇവിടെ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാനുണ്ട്, ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാല്ല നാട്ടിൽ പോയിട്ട് നമ്മുടെ ഒരു മൂഡ് പോലെ, നമ്മുടെ മൂഡാണല്ലോ മെയിൻ. ബിക്കോസ് എല്ലാ വീഡിയോയിലും ഞാൻ വന്നിട്ട് പറയും ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതാണ്, ഞാൻ ഒയപ്പത്തില്ല. ആൻഡ് അടുത്തത് അത് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ റൂമിൽ വന്നിട്ട് നല്ല രീതിയിൽ സ്കിൻ കെയർ അല്ല, നല്ല രീതിയിലൊന്ന് ഫേസ് വാഷ് ചെയ്തു. നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് സ്കിൻ കെയർ ഒന്നും ആക്ച്വലി ഞാൻ ചെയ്തിട്ടില്ല, കാരണം നല്ല മടിയായി. വന്നപ്പോൾ തന്നെ ഒരു സമയമായി, ലേറ്റായി പോയി. പിന്നെ മുഖം കഴുകി ജസ്റ്റ് ലിപ് ബാമും തേച്ച് വേഗം സൈഡായി. ബിക്കോസ് നമുക്ക് നെക്സ്റ്റ് ഡേയും ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് എക്സാംസ് കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആയാൽ കൂടി നമ്മൾ എടുത്ത ലീവും കാര്യങ്ങളൊക്കെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. എത്ര ദിവസമാണോ ലീവ് എടുത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇൻഫോംഡ് ആയിട്ട് എടുത്ത ലീവിനാണെങ്കിൽ പ്രശ്നമില്ല, വിത്ത് വാലിഡ് റീസൺ. അല്ലാതെ നമ്മൾ വെറുതെ എടുത്ത് കൂട്ടുന്ന ലീവിനൊക്കെ നമ്മൾ കോമ്പൻസേഷൻ ചെയ്ത് കൊടുക്കണം. സോ നെക്സ്റ്റ് ഡേ നമുക്ക് എണീറ്റിട്ട് കോളേജിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ വേഗം സൈഡായി, മുഖം കഴുകി ഒരു ലിപ് ബാമും തേച്ച്. ബിക്കോസ് ഇവിടെ ഇപ്പം നല്ല ഡ്രൈ ആവുന്നുണ്ട്, ക്ലൈമറ്റ് ഭയങ്കര ബാഡായിട്ട് വരുന്നുണ്ട്, മീൻസ് നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. സോ നല്ല രീതിയിൽ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്ത് നല്ലൊരു ഉറക്കം പാസ്സാക്കി നെക്സ്റ്റ് ഡേ നമുക്ക്
കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിലത്തെ ലാസ്റ്റ് കുറച്ച് മൊമെൻറ്റ്സ് പക്ഷേ ലൈക്ക് എടുക്കാമെന്നുള്ള രീതിയിലാണ്. പിന്നെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ കാണിക്കാനുള്ള വഴിയില്ലല്ലോ. സോ ബേസിക്കലി ഇത് കണ്ടില്ല എല്ലാവരും ഇരിക്കുന്നത്. ദിസ് വാസ് ദി ലാസ്റ്റ് ഡേ വിത്ത് എവ്രി വൺ. ബിക്കോസ് എല്ലാവർക്കും എക്സ്റ്റൻഷൻ ഇല്ല. സോ എല്ലാവരും കൂടുന്ന ലാസ്റ്റ് ഡേ ഇന്നായിരുന്നു ക്ലാസ്സിലുള്ള എല്ലാവരും. സോ ഭയങ്കര എന്താ പറയുക, വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എന്തോ പോലെയായിരുന്നു. ലൈക്ക് അവരെന്നെ പറയുന്നുണ്ടായിരുന്നു, പറയണ്ട നിൻ്റെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ടൈമല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സോ ഇതായിരുന്നു നമ്മുടെ 4 വർഷത്തെ സെമിനാർ ഹാൾ. നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ റൂം പോയി ഒരു ഉറക്കം പാസ്സാക്കി. ആൻഡ് ഞാൻ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു, മണിച്ചിത്രത്താഴ്. ഇപ്പോൾ ഈ ഫിലിം നമ്മുടെ തിയേറ്ററിലും കാര്യങ്ങളിലൊക്കെ ഓടുന്നുണ്ടല്ലോ. സോ ഒരു പൂതിയായപ്പോൾ ഞാൻ അത് നെറ്റ്ഫ്ലിക്സിൽ ഇങ്ങനെ ഇരുന്ന് കാണുന്നതിനും ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നാട്ടിലത്തെ വീഡിയോസുമായിട്ട് കാണാം. സോ ബൈ ഫ്രം ചെന്നൈ, ബൈ ഫ്രം മീ, ബൈ.